ഹലോ, അപ്പം നമ്മുടെ ഇതേ കൊല്ലം ആശ്രമത്ത് ഫെസ്റ്റ് നടക്കുന്നിടത്ത് പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് തുടങ്ങിയിട്ട്. അപ്പം നമുക്കിതേ ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേ അകത്തോട്ട് കയറി ചെന്ന് പെട്ടെന്ന് തന്നെ പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റി. അവിടെ ആരും ഇല്ലായിരുന്നു, തിരക്കൊന്നും ഇല്ലായിരുന്നു, ഒരുപാട് ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ അകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ പിന്നെ കുറേ നേരം മത്സ്യകന്യയെ കണ്ടുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ മ്യൂസിക്കിന് അനുസരിച്ച് ആക്ഷൻസൊക്കെ കാണിച്ചുകൊണ്ട് അടിപൊളി രസമുണ്ടായിരുന്നു. പക്ഷേ അവർ സമ്മതിക്കണം കേട്ടോ, ഇത്ര ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ല കടലിനടിയിലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മത്സ്യങ്ങൾ കാണാമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളർ ഫിഷാണ് കേട്ടോ. നമ്മുടെ എല്ലാ കളറും ഉണ്ട്. അപ്പം അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്, എല്ലാം കൂടി ഇങ്ങനെ അടുങ്ങി അടുങ്ങി. അപ്പോൾ പിന്നെ ആ ഫിഷിൻ്റെ ആ ഭാഗം, ആ ഏരിയയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് മേള. നമുക്കെന്താ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ വന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം. ഞങ്ങളിങ്ങനെ ചുറ്റി ചുറ്റി കാണുകയാണ് കേട്ടോ. ആദൂട്ടനൊരു ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച്, പിന്നെ ഒരു കളർ ബുക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇതിനകത്ത് സ്പൈഡർമാൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പം അത് വെള്ളം തൊട്ട് മായ്ക്കാവുന്നതാണ്. കളർ ചെയ്തിട്ട് നമുക്ക് പിന്നെ മായ്ക്കാം. അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചത്. പിന്നെ മധുരം, തേൻ മുട്ടായി, കടല മുട്ടായി, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ കടലവർഗ്ഗങ്ങൾ കുറേ ഐറ്റംസാണ്. അവിടുന്ന് 2-3 എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഈ കണ്ണടേശിയിൽ 3D മറ്റേതിൽ ട്രക്കിലൊക്കെ പോകുന്ന സംഭവങ്ങൾ, അതിനകത്ത് കയറി. അപ്പം ഞാൻ കയറില്ല, എനിക്ക് പേടിയായിപ്പോൾ ഇത് കണ്ടപ്പോഴേ. ഏട്ടൻ വീഴാനൊക്കെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്നവരെല്ലാം നോക്കി നോക്കി ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു ഏട്ടനെ. അപ്പോൾ മേളയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പം ഇവിടെ റൈഡൊക്കെ ഉണ്ട്, അവിടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടിനെ ഒന്നും കയറ്റിയില്ല. അതിലെങ്ങും ആരും കയറുന്നുമില്ലായിരുന്നു കേട്ടോ. വളരെ തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പം നമ്മൾ അകത്ത് കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് രാത്രിയായി. അപ്പം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു.